ലോകം ഇന്ന് കാണുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവായ അമേരിക്ക ഒരു കൊച്ചു രാജ്യത്തിനു മുന്നിൽ പതറുന്ന കാഴ്ചയാണ്. താൻ തൊടുന്നതെല്ലാം പൊന്നാക്കുമെന്ന് അഹങ്കരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന് പക്ഷേ ഇറാൻ എന്ന രാജ്യം നൽകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഹരമാണ്. ഇത് വെറുമൊരു നയതന്ത്ര പോരാട്ടമല്ല, മറിച്ച് ട്രംപ് അഴിക്കും തോറും മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുരുക്കാണ്. ഇറാന്റെ മണ്ണിൽ ഒരു രഹസ്യ ചർച്ചയ്ക്കായി പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ട്രംപ് നടത്തിയ നീക്കങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. പിടിച്ച പിടിവിടാതെ ഇറാൻ നിലപാട് കടുപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം എന്നേക്കുമായി അവസാനിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇന്ന് ലോകം ചോദിക്കുന്നത്. വരും ദശകങ്ങളിൽ അമേരിക്കയ്ക്ക് ഈ ആഘാതത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ലെന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഈ യുദ്ധതന്ത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ട്രംപിന്റെ അമിതമായ ആത്മവിശ്വാസം തന്നെയായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെ വധിച്ചാൽ രാജ്യം തകരുമെന്ന് കരുതിയ ട്രംപിന് ഇറാന്റെ ഭരണഘടനാപരമായ സ്ഥിരത ഒരു വലിയ വെല്ലുവിളിയായി. ഖമേനിയുടെ മരണത്തിനു ശേഷവും ഇറാന്റെ ആത്മീയ ഭരണക്രമം തകരാതെ നിന്നത് അമേരിക്കയെ ആകെ ഞെട്ടിച്ചു. സമാധാന ചർച്ചകൾക്കായി JD വാൻസിനെ ഇസ്ലാമാബാദിലേക്ക് അയച്ച ട്രംപിന് മുന്നിൽ ഇറാൻ വെച്ചിരിക്കുന്നത് അതികഠിനമായ നിബന്ധനകളാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ അമേരിക്കൻ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണമെന്ന ഇറാന്റെ വാശിക്ക് മുന്നിൽ ട്രംപ് ഇന്ന് നിസ്സഹായനാണ്. ഈ കുരുക്കഴിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയും സൈനിക പ്രതിച്ഛായയുമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ മൈൻ പ്രതിസന്ധി ട്രംപിന് നേരിടേണ്ടി വന്ന മറ്റൊരു വലിയ നാണക്കേടാണ്. ഇറാൻ സ്ഥാപിച്ച ഈ കടൽ മൈനുകൾ കണ്ടെത്താൻ ആധുനിക അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് പോലും കഴിയുന്നില്ല. ഇത് വെറുമൊരു സാങ്കേതിക തകരാറല്ല, മറിച്ച് ഇറാൻ ബോധപൂർവം അമേരിക്കയെ കുടുക്കിയതാണ്. ഇതിലൂടെ ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കാനും അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാനും ഇറാന് കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രതിസന്ധിയിൽ അമേരിക്കയെ അവിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ ജനതയുടെ നികുതി പണം ബോംബുകളായി പൊട്ടിത്തെറിക്കുമ്പോൾ സാധാരണക്കാരൻ പണപ്പെരുപ്പത്തിൽ ശ്വാസം മുട്ടുകയാണ്. ഈ യുദ്ധഭ്രാന്ത് ട്രംപിന്റെ പ്രതിച്ഛായ മാത്രമല്ല, അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലയെയും പാതാളത്തിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. നയതന്ത്ര രംഗത്ത് ട്രംപ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി നാറ്റോ സഖ്യകക്ഷികളുടെ മൗനമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ട്രംപിന്റെ നയതന്ത്രപരമായ അപക്വതയാണ് ഇതിന് കാരണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. സ്വന്തം സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഇറാനെതിരെ യുദ്ധം തുടങ്ങിയ ട്രംപ് ഒടുവിൽ പാകിസ്ഥാനെ പോലെ സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യത്തെ മധ്യസ്ഥനായി ആശ്രയിക്കേണ്ടി വന്നത് അമേരിക്കയുടെ ഗതികേട് കൂടിയാണ് വിളിച്ചോതുന്നത്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും ഈ ഒരു നയതന്ത്ര പരാജയത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് തല ഉയർത്താൻ കഴിയില്ലെന്നതാണ് വാസ്തവം. റഷ്യയും ചൈനയും ഈ അവസരം മുതലെടുത്ത് ഇറാന് പിന്നിൽ ഉറച്ചു നിൽക്കുമ്പോൾ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അമേരിക്ക ലാസ്റ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇവിടെ. ഇറാൻ എന്ന രാജ്യം തീയിൽ കുരുത്തതാണ്. അവർ പിടിച്ചുപിടി വിടാൻ തയ്യാറല്ല. അമേരിക്കൻ സൈനിക താവളങ്ങളെ വിറപ്പിക്കുന്ന മിസൈലുകളും റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ഡ്രോണുകളും ഇറാന്റെ പ്രതിരോധ കോട്ടകളെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ പോരാട്ടം വെറുമൊരു യുദ്ധം മാത്രമല്ല അവർക്ക്, മറിച്ച് വൻശക്തികളുടെ അന്ത്യം കുറിക്കുന്ന പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കം കൂടിയാണ്. ഇസ്ലാമാബാദിലെ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് അമേരിക്കയുടെ സമ്പൂർണ്ണ പതനത്തിനാകും ഒരു പക്ഷേ വഴിതെളിക്കുക. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന ഓരോ വാർത്തയും അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുന്നതിന്റെ സൂചനകളുമായിരിക്കാം. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ കളിക്ക് ട്രംപ് കൊളുത്തുവിട്ട തീ ഇപ്പോൾ വൈറ്റ് ഹൌസിനെ തന്നെ ദഹിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. വിവേകമില്ലാത്തൊരു ഭരണാധികാരി തന്റെ രാജ്യത്തെ എങ്ങനെ ഒരു അന്തമില്ലാത്ത യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇറാൻ ഒരുക്കിയ ഈ കുരുക്കിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇനി അത്ര എളുപ്പത്തിലൊന്നും രക്ഷപ്പെടാനാവില്ല എന്നത് വസ്തുതയാണ്. ആയുധശക്തി കൊണ്ട് ലോകത്തെ അടക്കി ഭരിക്കാമെന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. അത് ട്രംപ് തിരിച്ചറിയുമ്പോഴേക്കും അമേരിക്കയുടെ പ്രതാപം എന്നേക്കുമായി അസ്തമിച്ചിരിക്കും. പശ്ചിമേഷ്യയിൽ ഈ കളിയിൽ ആര് ജയിക്കുമെന്നത് കാലം തെളിയിക്കട്ടെ. പക്ഷേ അമേരിക്കയുടെ തോൽവി ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു പച്ചയായ സത്യമാണ്.